ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. രാവിലെ നല്ല മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് ഇറങ്ങാനൊക്കെ ഒരു പ്രത്യേക മടി ഉണ്ടാവില്ലേ അല്ലേ? അങ്ങനെ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ ഇറങ്ങാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, ആരും നമുക്ക് കൊടുന്നില്ലല്ലോ, അപ്പം നമ്മൾ തന്നെ ഇറങ്ങണം. അപ്പോൾ അതാ ഞാൻ ദോശയായിട്ട് ഉണ്ടാക്കുന്ന രാവിലെ. ഇന്നെന്നല്ല, അധിക ദിവസം നമ്മൾ ഇതിനായിട്ട് ഉണ്ടാക്കുക. നമ്മളവിടെ തന്നെ ദോശ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് നീർദോശ കലക്കി പറഞ്ഞപ്പം എന്നൊക്കെ പറയും. പക്ഷെ നമ്മളവിടെ ദോശ എന്നാ പറയാം. കുറച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ കാണാം തിരുവനന്തപുരം ആ ഭാഗത്തേക്കൊക്കെ ദോശ എന്ന് പറയുന്നത് നമ്മളെ ഉഴുന്ന് ദോശയൊക്കെ ആട്ടാം. നമ്മളിവിടെ ദോശ എന്ന് പറഞ്ഞ ഇതിനാട്ടാം. അതിന് നമ്മൾ ഉഴുന്ന് ദോശ എന്ന് തന്നെ പറയും. അങ്ങനെ എന്താ ദോശ പറഞ്ഞുകൊണ്ട് ഞാൻ മക്കൾക്ക് ഗുളിക കൊടുക്കാറുണ്ട്. രണ്ടാൾക്കും വയറുവേദന, ഛർദി. കഴിക്കണമൊന്നും വയറ്റിൽ വെക്കൂല, ഛർദ്ദിച്ച് പോരുക, ദഹിക്കാതെ ഛർദ്ദിക്കുക, അങ്ങനെയൊക്കെ. ആദ്യം മോൻക്കാണ് ഉണ്ടായത്, പിന്നെ മോൾക്കൂട്ടാം. അങ്ങനെ ഇന്നലെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചാക്കുണ്ട്, എന്നാലും മരുന്ന് കൊടുക്കാണ്ട്. 3 ദിവസത്തിനാണ് മരുന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഗ്യാസിൻ്റെ ഗുളിക കേട്ടോ, ഭക്ഷണത്തിൻ്റെ മുന്നേ അരമണിക്കൂർ മുന്നേ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മോനത് അങ്ങനെ ഉണ്ടോ മിഠായിയൊക്കെ ചവച്ചരിക്കണം. അതിൽ ഗുളിക അങ്ങനെ ചവച്ചരിച്ചിട്ടായിട്ട് കഴിക്കാം. അവനക്ക് അറിയില്ല വെള്ളം കുടിച്ചറക്കാൻ ഗുളിക. അങ്ങനെ രണ്ടാളും ഗ്യാസിൻ്റെ മരുന്നൊക്കെ കുടിച്ച്. അപ്പോൾ അതിനതാ ദോശ ഈ പരിപാടിക്ക് ഉണ്ടാവും. ഒന്നിങ്ങോട്ട് നെരിഞ്ഞിക്കണ് അതാ. പിന്നെ ഇതാട്ട പഠിപ്പ്. രണ്ടാൾക്കും ഫ്രിഡ്ജ് തുറക്കുക, അതിലുള്ളത് എടുക്കുക. ഈ വെറും വയറ്റിലാണ് കിൻഡർ ജോയൊക്കെ തിന്നാൻ പോകണം. ഞാൻ സമ്മതിച്ചില്ല, വാങ്ങി വെച്ചാൽ അതിന് പിണങ്ങിയിരിക്കുകയാണ്. പിണങ്ങിക്കോട്ടെ, എന്നാലും വേണ്ടിയില്ല. ഇപ്പോൾ വയറുവേദനയും ഛർദിയും വന്നിട്ട് ഒരു വിധം മാറി വരണുള്ളൂ. അങ്ങനെ ഇതാ. പിന്നെ ദോശയ്ക്ക് ഞാൻ വെത്തലുണ്ടല്ലോ, നമ്മളെ നെത്തോലി എന്നൊക്കെ പറയാം, നമ്മളിവിടെ വെത്തൽ എന്നാണ് പറയാം. അത് അധികം എരിവൊന്നും ഇല്ലാതെ മുളക് ഇട്ടിട്ടുണ്ട്. അത് കൂട്ടിയിട്ട് മക്കൾക്ക് ദോശ കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് ഉള്ളിയോടിക്കാനുള്ളതാണ്. പിന്നെ ഞാനും തിന്നുന്നുണ്ട് കേട്ടോ. ഇമ്മ തിന്നുന്നുണ്ട്, പക്ഷെ ഉമ്മനെ കാണിക്കണോ അതൊന്നും ഉമ്മക്ക് വീഡിയോയിൽ കാണിക്കണം വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാനും ഇവിടെ അവിടെ ഇരുന്ന് കൊണ്ട് കുടിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ മഴയൊക്കെ ഒരു വിധമൊക്കെ ഇതായിട്ടുണ്ട്. എന്നാലൊന്ന് തണുത്തറിയാണ്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളെ വീടിൻ്റെ പരിസരങ്ങൾ നോക്കിയിട്ട് ഒന്നും പറയരുത്, ഇതൊരു പാട ഏരിയയാണ്. അതുകൊണ്ട് തന്നെ വേഗം പുല്ല് മുളയ്ക്കും ഈ മഴക്കാലത്ത്. അതിനു വേണ്ടി നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഈ പുല്ലൊക്കെ കരിഞ്ഞിട്ടുണ്ടാവും. അപ്പം നല്ല വൃത്തി കൊടുക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെയായിട്ട് അവസ്ഥ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.